നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തറ മാറുമോ? കെ ബാബുവിനെതിരെ CPM സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ കെ ബാബു വോട്ട് പിടിച്ചെന്ന ആരോപണം ഗുരുതരം. ഹർജിയിൽ നിർണായക ഹൈക്കോടതി വിധി ഇന്ന്. അങ്ങനെ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് അയ്യപ്പൻ വീണ്ടും ചർച്ചയാവുകയാണ്. തൃപ്പൂണിത്തറ MLA കെ ബാബുവിനെതിരെ CPM സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ കെ ബാബു വോട്ട് പിടിച്ചെന്ന് ആരോപിച്ച് സ്വരാജ് നൽകിയ ഹർജിയിലാണ് വിധി പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ചെന്നാണ് പ്രധാന ആരോപണം. കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് കാണിച്ച് മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയെന്നും സ്വരാജ് കോടതിയെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിൽ തൃപ്പൂണിത്തറയിൽ കെ ബാബുവിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിനെതിരെ എതിർ സ്ഥാനാർത്ഥി M സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു. ശബരിമല വിഷയത്തിൽ അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ടേഴ്സ് സ്ലിപ്പ് വിതരണം ചെയ്തെന്ന ആരോപണങ്ങളടക്കം ഉയർത്തിയായിരുന്നു M സ്വരാജിന്റെ ഹർജി. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയായില്ലെന്നും കൃത്രിമമായി ഉണ്ടാക്കിയ രേഖയാണ് സ്വരാജ് കോടതിയിൽ സമർപ്പിച്ചതെന്നുമാണ് കെ ബാബുവിന്റെ വാദം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന തൃപ്പൂണിത്തറയിൽ 992 വോട്ടുകൾക്കാണ് സ്വരാജിനെതിരെ കെ ബാബു വിജയിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉയർത്തി അയ്യപ്പനെ മുൻനിർത്തിയാണ് കെ ബാബു പ്രചാരണം നയിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ സ്വരാജ് ഹൈക്കോടതിയിലെത്തിയത്. മതത്തെ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയതിന് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്നായിരുന്നു വാദം. പ്രചാരണ സാമഗ്രികളുടെ ചിത്രങ്ങളടക്കം തെളിവായി കോടതിയിൽ സമർപ്പിച്ചു. കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ ബാബുവും കോടതിയിലെത്തി. ഹർജി പരിഗണിച്ച കോടതി ബാബുവിന്റെ തടസ്സവാദം തള്ളി സ്വരാജ് നൽകിയ കേസ് നിലനിൽക്കുന്നതെന്നും വ്യക്തമാക്കുകയായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് ചൂട് ശക്തിപ്പെടുന്നു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ അംഗീകരിക്കാനാകാത്തതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ ബദൽ തേടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചവറ നിയമസഭാ നിയോജക മണ്ഡലം LDF കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UPA സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുകയാണ് BJP സർക്കാർ ചെയ്തത്. ആദ്യ UPA സർക്കാരിന് സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്താൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ആ സർക്കാരിനെ പിന്തുണച്ച ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പം നിന്ന് ചിന്തിച്ചു. അതുകൊണ്ടാണ് തൊഴിലുറപ്പ് നിയമം ഉൾപ്പെടെ നടപ്പാക്കിയത്. സമ്പന്നനെ കൂടുതൽ സമ്പന്നനും പാവപ്പെട്ടവനെ കൂടുതൽ ദരിദ്രരുമാക്കുന്ന നയമാണ് കോൺഗ്രസ് BJP സർക്കാരുകളുടേത്. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇടതുമുന്നണിയുടേത്. ക്ഷേമ പെൻഷൻ വിതരണത്തെ അട്ടിമറിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രാലയം ചെയ്തത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചു. പാർലമെന്റിൽ അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസിന്റെ കള്ളപ്രചാരണത്തിൽ വിശ്വസിച്ചാണ് 2019 UDFനെ കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തത്. ആ പൊള്ളത്തരം തിരിച്ചറിഞ്ഞതാകും ഇക്കുറി വോട്ടെന്നും അദ്ദേഹം പറഞ്ഞു.